കളരിക്കകത്ത് ഞാൻ കളരി ആശാനാണ്, കളരിക്ക് പുറത്ത് പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. നമുക്ക് നിലവിൽ 100-ന് മേലെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ കളരിയിൽ നല്ല നല്ല കളരി നമുക്കുള്ളത് നിലവിൽ. നാടിനെ രക്ഷിക്കാൻ നാട്ടുകാരോടൊപ്പം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ് കഥാനായകൻ അല്ലെങ്കിൽ ഒരു നേതാവ്. ഈ നേതാവിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് നമ്മൾ തലപോച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഒരു നേതാവിനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ നേതാവ് എന്തുകൊണ്ടും നേതാവാകാൻ അനുയോജ്യനാണ്. ഒരു കളരിയുടെ ആശാനാണ് അദ്ദേഹം. നമ്മുടെ കല്ലാറിലുള്ള 4-ാം വാർഡ് മെമ്പറാണ് ഈ കളരി ആശാൻ. നമുക്ക് ആ ആശാന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ് മെമ്പർ, പൊളിറ്റീഷ്യനായ നേതാവ്, കളരി പഠിപ്പിക്കുന്ന കളരി ആശാന്റെ അങ്കത്തട്ട് അല്ലെ. നമുക്ക് ആശാനെ നേരിട്ട് വെച്ചപ്പെടാം. ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ശിഷ്യന്മാരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഹലോ, നമസ്കാരം. 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 ഇത് കണ്ടു കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരനാണെന്ന് പെട്ടെന്ന് തോന്നത്തില്ല. കളരി ആശാന്റെ ഒരു ഇതല്ലേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബൻസ് ആണ്, പക്ഷെ നമുക്ക് 2 മിനിറ്റ് തരാൻ പറ്റില്ലേ? ഓക്കെ. കുഴപ്പമില്ല. അപ്പോൾ അത് തന്നെ ചുമ്മാ പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് അരവിന്ദ് ശങ്കർ എന്നാണ്. കോട്ടയം ജില്ലയിൽ കല്ലറ പഞ്ചായത്ത്, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്, വാർഡ് 4-ൻ്റെ. കൂടാതെ നമ്മുടെ ഉപജീവനമാർഗം രാഷ്ട്രീയമല്ല, ഉപജീവനമാർഗം എന്ന് പറയുന്നത് കളരിപ്പയറ്റാണ്. കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ഫീസ് കൊണ്ടാണ് നമ്മുടെ ഉപജീവനമാർഗം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം നിലവിൽ കുന്നത്ത് കളരി സംഘം എന്ന പേരിൽ കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രം നടത്തുന്നു. കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. കളരി മാത്രമേ ഉള്ളൂ, അത് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? കളരിപ്പയറ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം. പക്ഷേ ഞാൻ ഓൾറെഡി കുംഫുവിൻ്റെ ഒക്കെ നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കളരിപ്പയറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ റിയൽ സ്പോർട്സ്മാൻ ബിഹൈൻഡ് ദ പൊളിറ്റിക്സ് അല്ലേ. ചിന്നു എൻ്റെ വൈഫാണ്. കളരിയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിതത്തിലും പങ്കാളി. അതെ, ജീവിത പങ്കാളിയാണ്. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. എൻ്റെ കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ്. അവർ നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് ആണ്. ഇവരുടെയും ഈ വരുന്ന 15-ാം തീയതി ഇവിടെ ഒരു വെമ്പള്ളി ക്ഷേത്രത്തിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും അതുകൂടാതെ സീനിയർ സ്റ്റുഡൻസ് ഈ ജൂനിയേഴ്സിനെ ക്ലാസ് ഞാൻ എടുക്കുന്ന സമയത്തും നമ്മൾ ഈ കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തനത് കല, ആയോധന കലയാണെങ്കിൽ പോലും ഇതിൻ്റെ ചിട്ട, അതോടൊപ്പം തന്നെ അച്ചടക്കം എല്ലാം വരുന്നത് കുംഫുവിൻ്റെ അല്ലെങ്കിൽ കരാട്ടയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസാണ്. എന്ന് പറയുന്ന പോലെ തന്നെ കളരിയുടെ നോപ്പ് കച്ച കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസാണ്. അതിനുശേഷമാണ് നമ്മുടെ പഠനം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠനത്തിൻ്റെ യഥാർത്ഥ സ്റ്റേജിലോട്ട് ഇപ്പോഴാണ് ഇവർ കയറിയിരിക്കുന്നത്. ഇവർ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കളരിപ്പയറ്റിലൂടെ ഒരു പുതിയ സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഡിഫെൻഡീവ് മെക്കാനിസത്തിനപ്പുറത്ത് ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലേ? അതെ, കളരിക്ക് 2 തലങ്ങളാണ് ശരിക്കും ഉള്ളത്. അതിലൊന്ന് എന്ന് പറയുന്ന കളരിക്ക് ഒരു രൗദ്രഭാവമാണ്. ആ രൗദ്രഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ള കളരിപ്പയറ്റിന്റെ പ്രകടനങ്ങൾ. അതിൽ അത് തന്നെ സിനിമ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ARM എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയെ പോലും വന്നിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റുന്നു. മറിച്ച് സോഫ്റ്റ്നെസ് എന്ന് പറയുന്ന ആ സിനിമയെ വെച്ചിട്ട് പറയുവാണെങ്കിൽ അയാൾക്കൊരു പ്രണയമുണ്ട്, അയാൾക്കൊരു നല്ല സമൂഹത്തോടുള്ള ബാധ്യതയുണ്ട്, അയാൾക്ക് അതുപോലെ അയാളുടെ സത്യം തെളിയിക്കണം എന്നുള്ളൊരു അയാളുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഒരു കളരിയുടെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് മനുഷ്യനെ നോംസ് ആൻഡ് വാല്യൂസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നു. എൻ്റെ ലക്ഷ്യം ആണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ നീതി ന്യായത്തിനും വേണ്ടി മാത്രമായിരിക്കും ഒരു കളരിക്കാരനെ സംബന്ധിച്ചിട്ട് അവൻ നിലകൊള്ളാവൂ. ഇവിടുത്തെ ഏറ്റവും ജൂനിയർ ആരാ? ഏറ്റവും ജൂനിയർ കുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവാനിയാണ്. എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. എത്രാം ക്ലാസ്സിലാ? UKG പഠിക്കുന്ന ഒരു കൊച്ച് ഫസ്റ്റ് ക്ലാസ് തുടങ്ങാൻ ഏറ്റവും ജൂനിയർ എന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ച് ഞാൻ ചോദിക്കാം. ഇപ്പൊ എനിക്ക് 23 വയസ്സുണ്ട്, ഇവാനിക്ക് 5 വയസ്സ്. എനിക്കിപ്പോ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പറ്റുമോ? തീർച്ചയായിട്ടും. കളരിക്ക് പ്രായമില്ല. ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇത്ര വർഷത്തെ ഒരു ഇതുണ്ടെന്നൊക്കെ പറയാറില്ലേ? അവിടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര നാൾ ഇവിടെ നിൽക്കണം, പഠിക്കണം, അതിൽ ഇന്ന തലം വരെ, അങ്ങനെയാണ് ഒരു കാലഘട്ടം ഉണ്ടായത്. ഇന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വന്നവർക്ക് സമയക്കുറവുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് തന്നെയാണല്ലോ സ്കൂളിൽ പഠിക്കാൻ നിരവധി കാര്യങ്ങൾ, ട്യൂഷൻ ഉണ്ടാവും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കളരിയുടെ കൂട്ടത്തിൽ വയലിൻ, പാട്ട്, ഡാൻസ്, അങ്ങനെ മറ്റ് ആക്ടിവിറ്റീസും ചിലപ്പം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞ പോലത്തെ ഉണ്ടാവും. അപ്പം അതും കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് സമയം കുറയും. പക്ഷേ നമ്മൾ കൂടുതൽ പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികളും പഠിക്കുകയുള്ളൂ, അവർക്ക് വരാനും തോന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ട് ആ കുട്ടികളെ നമുക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. കളരിപ്പയറ്റ് നമ്മുടെ തനത് കലാരൂപമാണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയുള്ള മാർഷൽ ആർട്സിനെ വെച്ച് നോക്കുമ്പോൾ കളരി എങ്ങനെ മാറി നിൽക്കുന്നു? കുംഫുവും കരാട്ടയും അതുപോലെയുള്ള മിക്സഡ് മാർഷൽ ആർട്സുകളിൽ ഉപയോഗിക്കുന്ന രീതികളോ ഉപയോഗിക്കുന്ന വെപ്പൺസോ ഉപയോഗിക്കുന്ന ഭാഷകളോ അല്ല കളരിപ്പയറ്റുള്ളത്. കളരി ചെയ്യുന്ന സംബന്ധിച്ച് കളരിയിലേക്ക് വന്ന് കയറുമ്പോൾ വലത്ത് കാല് വെച്ച് തൊഴുത് കളരിയിലോട്ട് കയറുമ്പോൾ തൊട്ട് കളരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ആത്മീയതയുടെ തലയും കൂടിയത്. അപ്പം അതിനകത്ത് കയറുമ്പോൾ ഒരു ഗുരു ശിഷ്യ അല്ലെങ്കിൽ ശിഷ്യൻ ബന്ധത്തിലോട്ടാണ് അത് വരുന്നത്. ആദ്യമേ കാലൊക്കെ എടുത്ത് ഇത്തിരി മെയ്വഴക്കായി വന്ന ശേഷം മെയ്പ്പയറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലോട്ട് വരും. ആയുധമില്ലാതെ ആയുധധാരിയെ നേരിടുന്ന രീതി അതൊരു നൃത്ത രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുക. അതിൽ മുച്ചാൺ എന്ന് പറയുന്ന 3 ചാൺ, ഒരു 3 ചാണിനും ഇതാണല്ലോ, ഈ 3 ചാൺ നീളത്തിലുള്ള മുച്ചാൺ എന്ന് പറയുന്ന ആയുധം നമ്മൾ പഠിപ്പിച്ചു തുടങ്ങും. അത് കണ്ണിൻ്റെ വേഗതയെ, കണ്ണിൻ്റെ നീക്കങ്ങളെ മനസ്സിലാക്കാനും ആ തലത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു നോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം 3 ചാണുള്ള ഒരു വടിയെ സംബന്ധിച്ച് അത് ഉപയോഗിക്കേണ്ട രീതികൾ,
അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ നോക്കണം എന്നുള്ളത് വന്നു. അതിനുശേഷം വലിയ വടി വരുന്നു, മറ്റ് ഇരുമ്പായുധങ്ങളിലോട്ട് കടക്കുന്നു. ഇതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും ആയുധങ്ങളുള്ള പൂർണ്ണമായിട്ടുള്ള പേടി മാറും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കളരി പഠിച്ചു വരുമ്പോഴത്തേക്കാണ് ആ ഭയം ഇല്ലാതാകുന്നത്. ഇവിടെ ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? നമുക്ക് നിലവിൽ 100-ന് മേലെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ കളരിയിൽ കല്ലറയിലെ കളരി നമുക്കുള്ളത് നിലവിൽ. കളരിയാശാനുമാണ്, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പൊ ഒരു റൊട്ടീൻ എങ്ങനെ ഒരു ദിവസത്തെ? രാവിലെ 5 മണിയോടുകൂടി കളരി തുടങ്ങും, 9 മണി വരെ കളരിയിലായിരിക്കും. അതിനുശേഷം ആ പകൽ മൊത്തം പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ. കാരണം നമുക്കിതൊരു ഭാഗ്യമാണ് കിട്ടി. 5 വർഷം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതൊരു സേവനം ചെയ്യാൻ ഒരു വലിയ അവസരം. അത് മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ ഞാൻ ചെയ്തിരിക്കും. വൈകുന്നേരം നമുക്കൊരു 5-6 മണിയോടുകൂടി ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 9:30-10 മണി വരെ രാത്രി ഉണ്ടാവും. പക്ഷെ എന്തായാലും പൊളിറ്റിക്സിൽ ഇങ്ങനെ ആയതുകൊണ്ട് കളരി ആശാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവനൊന്ന് പേടിക്കും, വല്ല മർമ്മത്തിലും അല്ലേ? അവസരം വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും ഒരു കൊട്ട് കൊടുക്കാനായിട്ടോ? ഇല്ല, ആശയങ്ങൾ കൊണ്ടുള്ള, വാക്കുകൾ കൊണ്ടുള്ള ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ കയ്യങ്ങളിലോട്ടോ അങ്ങനെയൊന്നും വരേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാനും പോകത്തില്ല കേട്ടോ ഒരിക്കലും. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു ഇതാണ് ഗുസ്തി. അല്ലെങ്കിൽ കുറച്ച് മാർഷൽ ആർട്സ് എക്സ്പേർട്സ് ആയിട്ട് സംസാരിക്കുന്നത്. എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മാർഷൽ ആർട്സ് ഒരിക്കലും അറ്റാക്കിംഗ് ഇല്ല, പ്രതിരോധമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെയും ആ ഒരു പ്രതിരോധങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. കളരിയെ സംബന്ധിച്ച് കളരി ഡിഫൻസാണ്. നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത് എപ്പോഴും മർമ്മസ്ഥാനങ്ങളിൽ നിന്ന് ആയിരിക്കും എന്ന് മാത്രം. അതായത് ഉദാഹരണം പറഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു അടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തടുത്തിരിക്കും. തടുക്കുമ്പോൾ നമ്മളൊരു കൈ മാത്രമേ വെക്കുള്ളൂ. ചിലപ്പോൾ കൈ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തടുക്കുന്നത്. പക്ഷെ നമ്മൾ വെക്കുന്ന ജസ്റ്റ് കയ്യിലോട്ട് വന്നു കയറുന്ന അവരുടെ ഭാഗം മർമ്മസ്ഥാനമായിരിക്കും. ഇതിന് എക്സാമ്പിൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, ഇവിടുത്തെ ഒരു മോഷ്ടാക്കളുടെ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് മോഷ്ടാക്കൾക്ക് വേണ്ടി ഒരു മുന്നറിയിപ്പ് ഫ്ലെക്സ് ഈ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കവലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഈ ഡിഫൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. കളരിപ്പയറ്റിൽ നിന്ന് കിട്ടിയ ഡിഫൻസ് അല്ലേ, പൊളിറ്റിക്സിൽ കൊണ്ടിട്ടായിരുന്നു അല്ലേ? നമ്മൾ ഏത് കാര്യത്തിനും താക്കീത് കൊടുക്കുമല്ലോ. ഇനി എൻ്റെ അച്ഛൻ പണ്ട് ഞാൻ ഈ കളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും നീ പഠിച്ചതിന് ശേഷം പോകാവുള്ളൂ കിട്ടും ആദ്യം ഒന്ന് പറയും. വീണ്ടും ഞാൻ ആവർത്തിക്കാൻ പറയും, ഇനി നീ പഠിച്ചതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്നോട് തീർത്ത് പറയും. അതൊരു എൻഡിങ് വാക്കാ, പ്രത്യേക ഊർജ്ജ വാക്കിന്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാത്ത അതുപോലുള്ള കാര്യങ്ങൾ ചെറുക്കേണ്ടവർ ചേർത്തിരിക്കണം. എൻ്റെ വാർഡായാലും എൻ്റെ പഞ്ചായത്തിലാണെങ്കിലും അവർക്ക് ദോഷം വന്ന കാര്യത്തിന് ആരെങ്കിലും വന്നാൽ അവിടെ താക്കീത് കൊടുക്കേണ്ട സ്ഥാനത്തിരിക്കുന്ന, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും താക്കീത് കൊടുത്തിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരാള് അല്ലെങ്കിൽ കളരിപ്പയറ്റൊക്കെ വെച്ച് വാളൊക്കെ വെച്ച് ഒരു പരിചയം ഉറുമിയൊക്കെ വീശി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് ആവർത്തിക്കൂല. എനിവേ നമ്മൾ ഇത്ര നേരം കണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു കളരിപ്പയറ്റ് ആശാൻ്റെയോ ജീവിതം അല്ലെങ്കിൽ ഒരു റൊട്ടീൻ മാത്രമല്ല. ഇത് രണ്ടും ക്ലബ് ചെയ്ത് കൊണ്ടുപോയി വളരെ നല്ലൊരു നേതാവായി, നല്ലൊരു കളരിപ്പയറ്റ് ആശാനായി ജീവിക്കുന്ന ഒരുപാട്, എനിക്കൊന്ന് കളരിപ്പയറ്റ് ഡിസിപ്ലിൻ എപ്പോഴും പഠിപ്പിക്കാന്ന് പറഞ്ഞ ഫ്യൂച്ചറിനെ തന്നെ അല്ലെങ്കിൽ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഓപ്ഷൻസിൽ ഒന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു നേതാവിനെ നമ്മൾ കണ്ടേ. ഈ ഒരു 2 മിനിറ്റ് നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി.